നമസ്കാരം. ആയുർപാലനത്തിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരുന്നതൊക്കെ പലതരം അസുഖങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളെയൊക്കെ ഏറ്റവും വേഗത്തിൽ ആദ്യം തന്നെ എങ്ങനെ തിരിച്ചറിയാം, അതിൻ്റെ ലക്ഷണങ്ങളിലൂടെയൊക്കെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം, എത്ര വേഗത്തിൽ നമുക്ക് അതിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാം, അതുപോലെ തന്നെ ആ ഒരു സമയത്ത് ആ രോഗാവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു അസുഖത്തിനെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള വ്യായാമങ്ങളും അതുപോലെ തന്നെ ഡയറ്റും എന്തൊക്കെയാണ് എന്നൊക്കെയായിരുന്നു നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആയുർവേദം എന്നത് അതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം എന്നാണ്. എന്ന് പറഞ്ഞാൽ സ്വസ്ഥനായിട്ടിരിക്കുന്ന ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരാളുടെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനും അദ്ദേഹത്തെ കൂടുതൽ ആരോഗ്യവാനാക്കുന്നതും അതുപോലെ തന്നെ അനാരോഗ്യം ഉള്ള ഒരാളിൽ അല്ലെങ്കിൽ രോഗിയായിരിക്കുന്ന ഒരാൾക്ക് അവർക്ക് രോഗവിമുക്തി നൽകുക എന്നതുമാണ് ആയുർവേദത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രോഗം വരാതിരിക്കാനായിട്ട് നമ്മൾ വളരെയധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരിയായിട്ടുള്ള വ്യായാമവും ശരിയായിട്ടുള്ള ഡയറ്റിലൂടെയും അതുപോലെ നമ്മുടെ പല ജീവിത ശൈലികളിൽ നമ്മൾ പല ക്രമീകരണങ്ങൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്വസ്ഥനായിട്ടിരിക്കുന്ന മനുഷ്യന് കൂടുതൽ ആരോഗ്യത്തോടു കൂടി ജീവിതം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ രോഗം വരാതെ നോക്കുന്നതിനുമൊക്കെ വളരെയധികം സാധിക്കും. അപ്പോൾ ഇനി നമ്മളുടെ വീഡിയോസിൽ നമ്മൾ കുറച്ച് ഡയറ്റിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. രോഗങ്ങൾ മാത്രമല്ല നമ്മുടെ ആരോഗ്യം എങ്ങനെയൊക്കെ നിലനിർത്താം എന്ന രീതിയിലുള്ള വീഡിയോസുകളും നമുക്കിനി പ്രതീക്ഷിക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഓർത്തു, നമ്മുടെ ഒരാളുടെ ജീവിതം തുടങ്ങുന്നത് തന്നെ, ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ചായ കുടിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ചായ കുടിക്കുന്ന ഈ ഒരു ശീലം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മുന്നേ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നതല്ല, വിദേശികളുടെ വരവോടുകൂടി നമ്മുടെ ഭാഗമായി മാറിയ ഒന്നാണ് ഈ ചായ കാപ്പി പോലെയുള്ള ഹോട്ട് ബിവറേജസ് ഒക്കെ കുടിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ഇങ്ങനെ ഹോട്ട് ബെവറേജസിൻ്റെ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഉഷ്ണവീര്യമായിട്ടുള്ള ഉഷ്ണഗുണമുള്ള കാര്യങ്ങളാണ്. അപ്പം ഒരു ട്രോപ്പിക്കൽ കൺട്രി ആയിട്ടുള്ള ഇന്ത്യയിൽ ഇപ്പോൾ ചൂടുള്ള പ്രദേശങ്ങളിലുമൊക്കെ ആളുകൾ ധാരാളം, അല്ലെങ്കിൽ വരണ്ട പ്രദേശങ്ങളിലുമൊക്കെ ആളുകൾ ധാരാളമായിട്ട് ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ ഈ ചായ കുടിക്കുന്നതിനെ നമ്മൾക്ക് എങ്ങനെ ഹെൽത്തി ആയിട്ട് കുടിക്കാം, അല്ലെങ്കിൽ കൂടുതൽ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് കാരണമാകാതെ നമുക്ക് എങ്ങനെ ആരോഗ്യത്തോടു കൂടി ചായ കുടിക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു, നമ്മുടെ ചായക്കെന്ന് പറയുന്നത് അതിന് ഉഷ്ണ ഗുണമാണുള്ളത്, അതിനൊരു അസിഡിക് നേച്ചറും അതുപോലെ ഡയൂററ്റിക് പ്രോപ്പർട്ടിയും ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൂടുതൽ രൂക്ഷ ഗുണമുള്ളത്, ഡ്രൈനസ് കൂട്ടുന്ന രീതിയിലുള്ള ഗുണങ്ങളാണ് ഈ തേയിലയിൽ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ചായ കുടിക്കുന്ന ഒരു ശീലമുണ്ടെങ്കിൽ നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഓൾറെഡി നമ്മളുടെ ശരീരം കുറച്ച് ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അത് കുറേ നേരമായിട്ട് 8-9 മണിക്കൂർ നീണ്ട ഉറക്കത്തിനിടയിൽ നമ്മുടെ ശരീരത്തിൽ ജലാംശം വളരെ കുറഞ്ഞ ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നിൽക്കുന്നില്ലല്ലോ. അപ്പം നമ്മുടെ ശരീരം ഓൾറെഡി ഒരു ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയിൽ ഈ ഡയൂററ്റിക് ആയിട്ടുള്ളതും ഡ്രൈനസ് ഉള്ളതുമായിട്ടുള്ള അതും അസിഡിക് ക്വാളിറ്റി ഉള്ളതുമായിട്ടുള്ള ചായ കുടിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നതിനും കൂടുതൽ ക്ഷീണം ഉണ്ടാകുന്നതിനും ഒക്കെ ഇത് ഇടവരുത്തുന്നു. നമുക്കറിയാം ചായ കോഫി അതൊക്കെ നമ്മൾ കൂടുതലും ഒരു എനർജി ഡ്രിങ്ക് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ദൂരെ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തോ തണുപ്പുള്ള കാലാവസ്ഥയിലോ അല്ലെങ്കിൽ പനിയും ജലദോഷമൊക്കെ ഉള്ള സമയത്തൊക്കെ നമ്മൾ ചായ കുടിക്കുക എന്ന് പറയുമ്പം അത് നമുക്കവിടെ ഒരു സപ്പോർട്ടാണുള്ളത്, ഒരു എനർജി നൽകുന്നതിനും ശരീരത്തിന് ചൂട് പകരുന്നതിനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ചായ കുടിക്കുന്നത്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിക്കുന്ന ആ ഒരു ശീലം നമ്മൾ പരമാവധി ഒഴിവാക്കേണ്ടതാണ്. പകരം നമ്മൾ എന്ത് ചെയ്യണം? പകരം നമ്മൾ ചെയ്യേണ്ടത് ചൂടുള്ള ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും, പലരും ഇതൊരു ശീലമായതുകൊണ്ട് തന്നെ രാവിലെ ചായ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ടോയ്ലറ്റിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും, അവർക്ക് കോൺസ്റ്റിപ്പേഷന് പ്രശ്നം ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പം ഇത് ചായ കുടിക്കുമ്പോൾ അവരുടെ ശോധനയെ എളുപ്പത്തിലാക്കുന്നുവെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് പാൽ കുടിക്കുകയും രാവിലെ എഴുന്നേറ്റ ഉടനെ ആദ്യം ഇളം ചൂടുവെള്ളം കുടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഡൈജഷനെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും നമുക്ക് ആ ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെൻറ്റ് കറക്റ്റാക്കി തരികയും രാവിലെ തന്നെ ആ ഒരു മോഷൻ അല്ലെങ്കിൽ മലശോധനം വളരെ എളുപ്പത്തിലാക്കി തരികയും ചെയ്യുന്നു. ഇനി ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോൾ ചായ കുടിക്കണം എന്നുള്ളതല്ലോ. അപ്പോൾ നമ്മൾ പരമാവധി രാത്രി ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എഴുന്നേറ്റ ഉടനെയുള്ള ചായ കുടിക്കുന്ന ശീലം ഒഴിവാക്കുക. അതോടൊപ്പം തന്നെ ഭക്ഷണത്തിൻ്റെ ഒപ്പം ചായ കുടിക്കുന്നത് നമ്മൾ മാറ്റി നിർത്തുക. ഭക്ഷണത്തിൻ്റെ ഒപ്പം ചായ കുടിച്ചാൽ എന്താ സംഭവിക്കാം? നമ്മൾ കഴിക്കുന്നത് എന്തിനാ? നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെയാണ്
ഈ ചായ കുടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട വിധത്തിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ നടക്കത്തില്ല. അതായത് ന്യൂട്രിയൻസിൻ്റെ ഒന്നും ശരിയായിട്ടുള്ളൊരു അബ്സോർപ്ഷൻ അവിടെ നടക്കാതെ പോകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പം അയണിൻ്റെ ഒക്കെ ഇതുള്ള സമയത്ത്, അയണിൻ്റെ കുറവൊക്കെ ഉള്ള ആളുകൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയൺ ധാരാളം അടങ്ങിയ ഭക്ഷണം കഴിച്ചാലും കൂടെ ചായയോ കോഫിയോ ഒക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അതിതാണ് കാരണം, നമുക്ക് കിട്ടേണ്ട ന്യൂട്രിയൻസും മിനറൽസിൻ്റെ ഒക്കെ അബ്സോർപ്ഷൻ്റെ റേറ്റ് ഇത് കുറയ്ക്കുന്നു. അതുകൊണ്ടാണ് ഭക്ഷണത്തോടൊപ്പം ഒരിക്കലും ചായ കുടിക്കരുത് എന്ന് പറയുന്നത്. ചായയും കോഫിയും ഒക്കെ കുടിക്കാം, പക്ഷേ അത് ചില ആളുകളുടെ അനുസരിച്ച്, അതായത് കഫപ്രകൃതിയായിട്ടുള്ള ആളുകളിൽ, കൂടുതൽ ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഉള്ള ആളുകളിലാണെന്നുണ്ടെങ്കിൽ ചായയും കാപ്പിയൊക്കെ കുടിക്കുന്നത് അവരുടെ ശരീരത്തിന് കുറച്ച് നല്ല കാര്യം തന്നെയാണ്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഡ്രൈനെസ്സും കാര്യങ്ങളും ഒക്കെ കൂടുതലായിട്ടുള്ളതുകൊണ്ട്, മസ്റ്റിക് നേച്ചർ ഉള്ളതുകൊണ്ടുമൊക്കെ ചായ കുടിക്കുന്ന സമയത്ത് എപ്പോഴും പാല് ചേർത്ത് മാത്രം ചായ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലാക്ക് ടീ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ. കമ്പാരിറ്റീവ്ലി ബ്ലാക്ക് ടീയേക്കാളും നമുക്ക് പാലൊഴിച്ചുള്ള ചായ കുടിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ആരോഗ്യപ്രദമായിട്ട് ഉള്ളത്. ഇനി ഈ PCOS, അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർ, ഡ്രൈ സ്കിന്നുള്ളവരൊക്കെ ചായ പരമാവധി ഒഴിവാക്കുകയാണ് വേണ്ടത്. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഈ രൂക്ഷ ഗുണം ഉള്ളത് കൊണ്ട് ചായ കുടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ചായ കുറേ പ്രാവശ്യമൊക്കെ കുടിക്കുന്ന ആളുകളിൽ കൂടുതൽ രൂക്ഷത ഉണ്ടാകുന്നതിനും സ്കിന്നൊക്കെ കൂടുതൽ ഡ്രൈ ആവുന്നതിനും, അതുപോലെ തന്നെ PCOSൻ്റെ ഒരു ഇതും അസ്വസ്ഥതകളൊക്കെ കൂട്ടുന്നതിനും മുടി കൊഴിച്ചിൽ കൂട്ടുന്നതിനുമൊക്കെ ഇത് ഇടവരുത്തും. അതുകൊണ്ട് അത്തരം രീതിയിലുള്ളവരും വാതരോഗങ്ങളൊക്കെ ഉള്ളവരും ചായ കുടി ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യമാണ്, ഈ ചായ കുടിക്കുന്ന സമയത്ത് നമുക്കറിയാം മസാല ചായയൊക്കെ വെച്ച് കുടിക്കുന്നത്. എന്ന് വെച്ചാൽ ഗ്രാമ്പൂ, ഏലക്ക, പെരുംജീരകം പോലെയുള്ള പട്ട തുടങ്ങിയ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പാലും ചേർത്ത് ചായ ഉണ്ടാക്കുന്ന രീതി നമ്മുടെ നാട്ടിലുണ്ട്. അത് ഒരു തരത്തിൽ ഗുണമാണ് ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഉഷ്ണതരത്തിലുള്ള നേച്ചർ ഉള്ളതുകൊണ്ട് ഈ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഇത്തരം വസ്തുക്കൾ ഇടുന്ന സമയത്ത് അത് കൂടുതലും അതിൻ്റെ ഉഷ്ണത കുറയ്ക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ മസാല ചായകളൊക്കെ ഉപയോഗിക്കുന്നത് സാധാരണ പാലും തേയിലപ്പൊടിയും ഇട്ട് കഴിക്കുന്ന ചായയേക്കാളും കുറച്ചുകൂടി നല്ലതാണ് എന്ന് പറയുന്നത്. അപ്പം അവിടെ ഒരു ഉഷ്ണതയെ കുറയ്ക്കുകയും പാലും കൂടി ഒഴിക്കുമ്പം രണ്ട് ഗുണങ്ങളും കൂടി ചേർന്ന്, ശീതഗുണവും ഉഷ്ണഗുണവും കൂടി ചേർന്ന് ഒരു സമമായിട്ടുള്ള അവസ്ഥയിലെത്തുകയും കൂടുതൽ ദൂഷ്യങ്ങൾ വരാതിരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുമ്പോൾ, ചായക്കടയിൽ നിന്നോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നോ ധാബയിൽ നിന്നോ ഒക്കെ കഴിക്കുന്ന സമയത്ത് നമുക്കെന്താ നല്ല എനർജി ആയിട്ട് തോന്നും, നല്ല എനർജറ്റിക് ആയിട്ടാണ് തോന്നുന്നത് കൂടുതൽ ചായ കുടിക്കുന്ന സമയത്ത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ കുറേ പ്രാവശ്യം ഇങ്ങനെ ബോയിൽ ചെയ്ത് ഉണ്ടാക്കിയ ചായ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ തേയിലപ്പൊടി ഒരിക്കലും ഇങ്ങനെ അധികമായിട്ട് ബോയിൽ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ടാനിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൂടുതൽ റിലീസ് ആവുന്നതിന് ഇടവരുത്തുന്നു. അപ്പോൾ കൂടുതൽ ബോയിൽ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു കെമിക്കലിൻ്റെ അളവ് കൂടുകയും അത് നമ്മുടെ ശരീരത്തിന് ധാരാളമായിട്ട് ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിന് അത്ര ഗുണകരമായിട്ടുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഡിപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള തേയിലപ്പൊടികൾ, അതായത് ടീ ബാഗ് എന്നൊക്കെ പറയില്ലേ, അത് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് പറയുന്നത്. ഇത്രയാണ് ചായ കുടിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. പരമാവധി ബ്ലാക്ക് ടീ ഒഴിവാക്കുക. പാല് ചേർത്ത് നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട, പെരുംജീരകം പോലെയുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് ചായ കുടിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. തേയിലപ്പൊടി അധികം ബോയിൽ ചെയ്യാതെ കുടിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും നല്ലത് ഡിപ്പ് ചെയ്യത്തക്ക രീതിയിലുള്ള ടീ ബാഗുകൾ ഉപയോഗിച്ച് കുറച്ച് ചായ ചേർത്തിട്ട് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചായ കുടിക്കുന്നത് ഒരു വലിയ നല്ല ശീലമല്ല. പരമാവധി അഡിക്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ പോലും മെല്ലെ മെല്ലെ ചായയുടെ അളവ്, അതായത് തേയിലപ്പൊടിയുടെ അളവ് കുറച്ച് വന്ന് വീണ്ടും പാലിലേക്ക്, അല്ലെങ്കിൽ ചായ പരമാവധി ഒഴിവാക്കത്തക്ക രീതിയിലുള്ള ശീലം വീണ്ടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോഴും കാണാം, നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ കൂടുതലും പാലാണ് കൊടുക്കുന്നത്. പക്ഷേ ചിലപ്പം ചിലരെങ്കിലും ഇങ്ങനെ പാലിൽ ഇപ്പോൾ കുഞ്ഞ് കുടിക്കുന്നില്ലെങ്കിൽ അവർക്ക് നേരത്തെ ഈ പാലിൻ്റെ കൂടെ കോഫിയോ അല്ലെങ്കിൽ ടീ പൗഡറോ ഇട്ടിട്ട് കൊടുക്കുന്ന ഒരു ശീലമുണ്ട്. അപ്പോൾ അത് പരമാവധി ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ പരമാവധി ഇത്തരം ശീലങ്ങൾ ശീലിപ്പിക്കാതിരിക്കാനായിട്ട് നോക്കണം. ഇത്രയാണ് എനിക്ക് ചായയെക്കുറിച്ച് പറയാനുള്ളത്. ആരോഗ്യകരമായിട്ട് ഒരു ചായ എങ്ങനെ കുടിക്കാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.